BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി ഇപ്പോഴും പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസുമായുള്ള കയ്യാങ്കളിക്കിടെ ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് ചിത്രം. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, എന്താണ് സ്ഥിതി? വലിയൊരു സംഘർഷത്തിലേക്കാണ് കുറച്ച് സമയം പോയത്. ഇതിൽ ഇപ്പോൾ തല പൊട്ടി ചോരയൊലിച്ച് കൊണ്ടുപോകുന്നത് ഈ കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ ബഷീറിനെയാണ്. ബഷീറിന്റെ തലയാണ് പോലീസ് സംഘം അടിച്ച് പൊട്ടിച്ചത്. അത് ഒരുപാട് പോലീസുകാർ ഒരുമിച്ച് അദ്ദേഹത്തെ അടിക്കുകയായിരുന്നു. അത്രയും ഒരു പ്രകോപനത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രവർത്തകരുടെ സന്നാഹം ഉണ്ടായിരുന്നില്ല. ഇവർ ആദ്യം എത്തുന്നു, പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സ്വാഭാവികമെന്നോണം ഈ ബാരിക്കേഡ് മറിച്ചിടാനും അതോടൊപ്പം തന്നെ എടുത്തു ചാടാനും ശ്രമിക്കുന്നു. ഇത് ഒരു പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് പോകുന്നു. പിന്നീട് ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. ജലപീരങ്കി നിർത്താതെ ഒരു 5 മിനിറ്റിലകം പോലീസ് പ്രയോഗിച്ചു. അത് പിന്നീട് ഈ ജലപീരങ്കിയുടെ ദിശ തെറ്റി പോലീസുകാർ തന്നെ ഈ വെള്ളത്തിൽ നനയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ കൗൺസിലറായ ബഷീറിന്റെ തല പോലീസ് അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നിരവധി ആളുകളാണ്, നിരവധി പ്രവർത്തകരാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഭൂരിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. ഈ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധത്തിൽ ഈ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുണ്ട്. ഇപ്പോ ഇപ്പോഴും ഈ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഈ വാക്ക് തർക്കം തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബഷീറിന്റെ തല അടിച്ചു പൊട്ടിക്കുന്നതിലേക്ക് ലാത്തി കൊണ്ട് അടിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രകോപനം എന്തായിരുന്നു? അങ്ങനെ ഒരു വലിയ കയ്യാങ്കളിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അവിടെ? അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ബഷീറിന് ഈ പോലീസ് സംഘം ഒന്നിച്ച് ഈ അടിക്കുകയായിരുന്നു ലാത്തിക്കൊണ്ട്. എന്താണ് അത്രയും ഒരു പ്രകോപനത്തിലേക്ക് പോയത് എന്നതിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അഡീഷണൽ SP ഷംസുദ്ദീനുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ പാലക്കാട് നഗരത്തിൽ ഇപ്പോഴും ഈ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. C. കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ സംഘർഷം ഇതേ രീതിയിൽ നിലനിൽക്കുകയാണ്. കൌൺസിലർമാരടക്കമുള്ള കോൺഗ്രസിന്റെ കൌൺസിലർമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോലീസുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്തായാലും മറ്റൊരു കൌൺസിലറായ മൻസൂറിനെയും അതോടൊപ്പം തന്നെ ബിബിനെയും കൂടി ഈ പോലീസുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് ഈ ബഷീറിന്റെ തല അടിച്ചു പൊളിച്ചത് എന്നതിൽ ഒരു വ്യക്തതയില്ല. കാരണം അദ്ദേഹം ഇങ്ങോട്ട് മറികടന്നില്ല, ബാരിക്കേഡ് മറികടക്കുകയും മറ്റുമൊന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് പോലീസ് ഒരു നടപടിയിലേക്ക് പോയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ ഈ കുറെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. മറ്റു പ്രവർത്തകർ ഇപ്പോഴും ഈ സുൽത്താൻപേട്ട ജംഗ്ഷനിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർ റോഡ് വിരോധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സുൽത്താൻപേട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് പാലക്കാട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. ഏറ്റവും തിരക്കേറിയ ജംഗ്ഷൻ 4 ഭാഗവും സംഗമിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സുൽത്താൻപേട്ട ജംഗ്ഷൻ ഉപരോധിക്കും. അങ്ങനെയാണെങ്കിൽ അത് പോലീസിന് ഉടൻ തന്നെ ഇടപെടേണ്ടി വരും. ഇല്ലെങ്കിൽ പാലക്കാട് നഗരം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോഴെന്തായാലും ഈ കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭയിലെ കൌൺസിലർമാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകളാണ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, സംഘർഷ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ല. പാലക്കാട് ടൗണിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു.
പോലീസുമായി നേരത്തെ വലിയ കയ്യാങ്കളി ഉണ്ടാവുകയും അവിടെ കൗൺസിലർ കൂടിയായ ബഷീറിന്റെ തല പൊട്ടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിരവധി പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പലകുറി ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനകം പോലീസ്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും മാറിപ്പോകുന്നില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ നിന്നാണ്. വലത്തെ ബോക്സിൽ കാണുന്ന ദൃശ്യങ്ങൾ. പ്രവർത്തകർ വീണ്ടും സുൽത്താൻപേട്ട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സീക്രട്ടുമാനെതിരായ ലൈംഗിക പീഡന പരാതി വന്നതിന് പിന്നാലെ കനത്ത പ്രതിഷേധമാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അടിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ഉയർന്നതിന് പിന്നാലെ സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലേക്കുമൊക്കെ വലിയ തോതിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ പരിപാടികളുമൊക്കെ BJP സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പ്രതികാരമെന്നോണം, അതിന്റെ കലിപ്പ് തീർക്കാനെന്നോണം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പാലക്കാട് ടൗണിൽ ഇരുമ്പുന്ന കാഴ്ച. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ സുൽത്താൻപേട്ട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ ഓഫീസിലേക്ക് BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. പോലീസുമായി യുദ്ധം തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. നിരവധി പ്രവർത്തകരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. പരിക്കേറ്റ കൗൺസിലർ ബഷീർ നേരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന കാഴ്ച.